യൂറോപ്പിൽ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? വീടും നാടും ഒക്കെ വിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടുത്തെ വെതറും സഹിച്ച് ഇവിടെ നിൽക്കുമ്പോൾ എന്ത് ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഗൾഫ് അല്ലെങ്കിൽ അറബ് കൺട്രീസ് ആയിരുന്നു. അങ്ങ് ദുബായിൽ അറബിയുടെ വലങ്കയൊന്നും അല്ലെങ്കിലും നമുക്ക് കാശ് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ വന്ന ഗൾഫ് മണി കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആളുകൾ പോകുന്ന യൂറോപ്യൻ കൺട്രീസിൽ ഗൾഫ് കൺട്രീസിലെ പോലെ നമുക്ക് കാശ് സേവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ കാശ് കിട്ടും, പക്ഷെ അതിന്റെ പകുതി ടാക്സ് കൊടുക്കും, ബാക്കി ഇവിടെ തന്നെ ചെലവാകും. അപ്പൊ നമുക്ക് സേവ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. UAE പോലുള്ള രാജ്യങ്ങളിലൊന്നും ടാക്സ് തന്നെ ഇല്ലല്ലോ. അപ്പൊ ഇവിടുന്ന് നമ്മുടെ കയ്യിലേക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിലും ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞാനടക്കം. ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, എന്താവാം മൊത്തത്തിൽ ആളുകളെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇവിടെ പ്രശ്നം എന്ന് പറയണ്ടല്ലോ. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഹൈ ടാക്സും കോസ്റ്റ് ഓഫ് ലിവിങ്ങും പോട്ടെ, പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ടു നിൽക്കുന്നത് കൊണ്ടുള്ള കുറേ ഇമോഷണൽ ഇഷ്യൂസ്, പിന്നെ മെഡിക്കൽ സിസ്റ്റം നാട്ടിലെ പോലെ അത്ര ഈസി അല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, നമ്മളിവിടുത്തെ വെതറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, ഫുഡ് നല്ലത് കിട്ടാത്തത്, അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ആളുകൾ യൂറോപ്പിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ സാധ്യതകൾ ഞാനൊരു 2 വർഷം നോർവേയിൽ നിന്ന് എക്സ്പീരിയൻസിൽ പറയാം. അതിനിടയിൽ ആ പുള്ളി എന്നോട് വോഡ്ക വേണമെന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ പറയണത് കൂടുതൽ നോർവേയിലെ കാര്യങ്ങളാണ് കേട്ടോ. റെസ്റ്റ് ഓഫ് ദ യൂറോപ്പിലും ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇവിടുത്തെ സോഷ്യൽ വെൽഫെയർ സിസ്റ്റം ആണ്. എസ്പെഷ്യലി സ്കാൻഡിനേവിയൻ കൺട്രീസിലെ സിസ്റ്റം വളരെ പോപ്പുലർ ആണ്. നമ്മൾ കൊടുക്കുന്ന ടാക്സിന് എന്തെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. ഇപ്പൊ നോർവേയുടെ കാര്യം പറഞ്ഞാൽ, നോർവേ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഗവൺമെന്റ് തന്നെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും എന്തെങ്കിലും ഫിനാൻഷ്യൽ ഓർ സോഷ്യൽ നീഡുള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഗ്രാൻഡോ അല്ലെങ്കിൽ പെൻഷൻ സ്കീമോ അങ്ങനെയൊക്കെ വഴി ഗവൺമെന്റ് തന്നെ ഫുൾ കാര്യങ്ങളും നോക്കിക്കോളും. ഇവിടുത്തെ സോഷ്യൽ വെൽഫെയർ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് ആണ്. അതിപ്പോൾ ഇമിഗ്രൻസിനാണെങ്കിൽ പോലും ലാംഗ്വേജ് പഠിക്കാനും ഇവിടുത്തെ വർക്ക് കൾച്ചറിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ ഗവൺമെന്റ് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ബൈ ഇന്ന് ഉത്രാടമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നത്. കൊള്ളാവോ? ഇനി ഇവിടെ ജോലി ചെയ്യണ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ കുറച്ചൊരു കാലത്തേക്ക് പുതിയൊരു ജോലി കണ്ടുപിടിക്കണവരെ ഗവൺമെന്റ് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും. ഒരു ലെവലിൽ താഴോട്ട് ഇൻകം ഉള്ള, അതായത് വളരെ കുറഞ്ഞ ഇൻകം ഉള്ള ആൾക്കാരെയും ഗവൺമെന്റ് ഫിനാൻഷ്യലി ആൻഡ് ഹൗസിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാവർക്കും അറിയണ കുറേ കാര്യങ്ങളിലേക്ക് വരാം. ഒന്ന്, വൃത്തിയുള്ള ചുറ്റുപാട്. പിന്നെ അത് വൃത്തിയായി തന്നെ കൊണ്ടു നടക്കണ ലോ അബൈഡ് ചെയ്യുന്ന ആളുകൾ. പിന്നെ പ്രോപ്പർ ലോ ആൻഡ് ഓർഡർ, എല്ലാ ജെൻഡറിലുള്ള ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന സൊസൈറ്റി, ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ആൻഡ് വാട്ടർ. ഞാൻ നോർവേയുടെ കാര്യം കേട്ടോ പറയണേ. നമ്മളിങ്ങനെ ഫ്രീ വേൾഡ് എന്നൊക്കെ പറയില്ലേ, ഒരു കൺസ്ട്രെയിൻസും ഇല്ലാത്ത. അതുപോലത്തെ ഒരു കേക്ക് കൊണ്ടുപോകണം ചുമ്മാ കൊതിപ്പിക്കാനായിട്ട്. ഈ ഫ്രീ വേൾഡ് എന്നൊക്കെ പറയില്ലേ, ഒരു കൺസ്ട്രെയിൻസ് ഇല്ലാത്ത ഒരു ഇത്. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ, കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത കാര്യം, ഇവിടെ ജീവിക്കുന്ന എല്ലാ ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് കവേർഡ് ആണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ നമ്മുടെ മെഡിക്കൽ ബിൽസ് വരികയാണെങ്കിൽ അതെല്ലാം ഇൻഷുറൻസിൽ കവർ ആവും. പിന്നെ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഒരു ലിമിറ്റ് കൂടുതലുള്ള ചിലവുകളൊക്കെ ഗവൺമെന്റ് എടുത്തോളൂ. ഇനി കുട്ടികൾക്കാണെങ്കിൽ എല്ലാ ട്രീറ്റ്മെന്റ്സും ഫ്രീ ആണ്. സ്പെഷ്യൽ നീഡ് കിഡ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട ഭയങ്കര വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വരെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇനി പ്രഗ്നൻസിയുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട, പ്രസവമൊക്കെ എല്ലായിടത്തും ഒന്ന് തന്നെടേ. പ്രസവം ഒരുപോലെ തന്നെയാണ്, പക്ഷെ നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ലക്ഷങ്ങളാണ് അക്കൗണ്ടിലേക്ക് വരുന്നത്. അതിവിടെ ഓരോ രാജ്യത്തും ഓരോ എമൗണ്ട് ആണ്. ഇവിടെ ഏകദേശം 8-10 ലക്ഷം രൂപ കിട്ടും, അത് നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ. പിന്നെ കുട്ടി വലുതായി കുട്ടിക്ക് 16 വയസ്സാവണ വരെ ഓരോ മാസം വേണ്ട ചെലവുകളെല്ലാം അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഗവൺമെന്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഇനി എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 1 വർഷത്തോളം പെയ്ഡ് പാരന്റൽ ലീവ് ഉണ്ട്. അത് 2 പാരന്റ്സുമായിട്ട് എടുക്കണം. കുട്ടിയുടെ അച്ഛനും ലീവ് എടുത്തിട്ട് കുട്ടീനെ നോക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് വളരെ നല്ലൊരു ഇതാണ് അല്ലേ. കുട്ടികളെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയവരും എൽഡർലി പീപ്പിളും. 60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം ചെലവും ഗവൺമെന്റ് നോക്കിക്കോളും. അതിൽ മന്ത്ലി പെൻഷന്റെ പുറത്ത് നഴ്സിംഗ് കെയറും കിട്ടും. ഈ പെൻഷൻ എന്ന് പറയുന്നത് ചില്ലറ എമൗണ്ട് ഒന്നുമല്ല കേട്ടോ, ഒരു നല്ലൊരു കാശ് തന്നെ കിട്ടും. പിന്നെ ഇവിടെ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും ഡീസെന്റ് ആയിട്ടുള്ള ഒരു മിനിമം വേജ് ഉണ്ട്. അത് സെയിൽസ്മാൻ ആയിട്ടാണെങ്കിലും ക്ലീനിങ് ജോബ് ആണെങ്കിലും എന്താണെങ്കിലും. ഓരോ രാജ്യങ്ങളിലെയും മിനിമം വേജ് ഡിഫറെന്റ് ആണ്. നോർവേയിൽ അത്യാവശ്യം നല്ലൊരു വേജ് കിട്ടും. നാട്ടിൽ നിന്ന് ചിലരൊക്കെ കളിയാക്കി പറയണ കേൾക്കാം, ഇവിടുന്ന് കഴിച്ച പാത്രം കഴുകാത്തവർ അവിടെ പോയിട്ട് സായിപ്പിന്റെ പാത്രം കഴുകും. നല്ല സാലറി ഉണ്ടെങ്കിൽ ഏത് നാട്ടിലും ഏത് പണിയും ആരും ചെയ്യും. ഇത് മൊത്തം വേർബൽ അബ്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഡൊമസ്റ്റിക് അബ്യൂസിന് വിക്ടിം ആയിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവർക്ക് വേണ്ട മെന്റൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെന്റ് തന്നെ കൊടുക്കും. ഞാൻ ഹെയർ കളർ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി മറ്റ് സർവീസസിന്റെ കാര്യം പറഞ്ഞാലും അടിപൊളിയായിട്ടുള്ള
പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, പിന്നെ നല്ല ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അതും വെറുതെ അല്ല, എന്തെങ്കിലുമൊക്കെ അല്ല പഠിക്കണത്, നമ്മൾ വർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം. പഠിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചിട്ട് ഇപ്പം ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടി എന്തിനാണ് കഷ്ടപ്പെട്ട് കോവാലൻമോണ്ട് പഠിക്കാൻ പോണേ? പിന്നെ എത്തിക്കൽ വാല്യൂസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പഠന രീതിയാണ്. അതിലൊരു സൊസൈറ്റിയിൽ പെരുമാറുന്നതും ക്ലെൻലിനെസ്സും ഒരു കോൺഫിഡൻസ് മേക്കിങ്ങും എല്ലാം വരും. ചില ദിവസം ഇതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വരുമ്പം കിൻഡർ ഗാർഡൻ എന്നുള്ള കുട്ടികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വരണേ കാണാം. എന്താ വെച്ചാൽ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ടൂറുണ്ട്. അത് ചിലപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിരിക്കും. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഒരു പബ്ലിക് സ്പേസിൽ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലേ കുട്ടികളെങ്ങനെ പര്യാപ്തമാക്കി കൊണ്ടുവരിക എന്ന് പറയില്ലേ, അതുപോലെ. പിന്നെ അല്ലെങ്കിൽ ചിലപ്പം കാട്ടിലൊക്കെ ആയിരിക്കും. ഒരു ദിവസം ഏതെങ്കിലും ഒരു കാട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ പുഴുവിനൊക്കെ കയ്യിലൊക്കെ വെച്ച് കൊടുക്കുക പറയാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ഈ പ്രകൃതിയായിട്ട് ഇണങ്ങി കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട്. എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ്. ആരും പട്ടിപ്പണി എടുപ്പിക്കില്ല, ആരും അണ്ടർപെയ്ഡ് ആവില്ല. കൃത്യമായ വർക്കിംഗ് അവേഴ്സ് ഉണ്ട്, 7.5 മണിക്കൂർ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലീവ്സും. വെക്കേഷൻ എടുക്കാതെ എന്നും വർക്ക് ചെയ്യാന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മളെ സമ്മതിക്കില്ലേ. ലീവ് എടുക്കാതിരിക്കാൻ ഒരാൾക്ക് അവകാശമില്ല. പക്ഷേ മാനുഷികമായ ബാക്കി എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സിന് വലിയ വാല്യൂ ഉണ്ട്. എനിക്കിതിനേക്കാളും എല്ലാം എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ യൂറോപ്പിൽ നിൽക്കുമ്പോൾ ഷെങ്കൻ വിസ ഉള്ളത് കൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ പോകാമെന്നുള്ളതാണ്. യൂറോപ്പിലെ 27 രാജ്യങ്ങളിൽ നമുക്ക് വേറൊരു വിസ എടുക്കാതെ പോകാം. ഇനി വേറെ വിസ എടുക്കേണ്ട രാജ്യങ്ങളിലേക്ക് ഇവിടുത്തെ RP കാർഡ് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് എടുക്കാനും പറ്റും. നമ്മൾ കൊടുക്കുന്ന ടാക്സിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതിപ്പോൾ റോഡാവട്ടെ, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആവട്ടെ, അല്ലെങ്കിൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, എല്ലാത്തിനും ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ ട്രെയിനൊക്കെ ആണെങ്കിൽ പോകുമെന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് പോകും. എൻ്റെ മീരകൂടും. എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഇവിടുത്തെ സിസ്റ്റം മൊത്തം വീൽ ചെയർ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ്. അതിപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് സ്ട്രോളറിൽ പോണവർക്കും എൽഡർലി ആയിട്ടുള്ളവർക്കും പിന്നെ ഡിസേബിൾഡ് ആയിട്ട് വീൽ ചെയർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് കയറുകയാണെങ്കിൽ, അതിപ്പോൾ ട്രാം ആയാലും ബസ്സായാലും ട്രെയിൻ ആണെങ്കിലും എല്ലാം അതിനുള്ളിലേക്ക് കയറാനും അതുപോലെ ഏതൊരു ബിൽഡിങ്ങിലേക്ക് കയറാനും വളരെ ഈസി ആണെന്നുള്ളതാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കുറേ അധികം ബെനിഫിറ്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കല്ലേ, വീഡിയോ ലൈക്ക് ചെയ്യാൻ. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പം എല്ലാവരുടെയും പ്രിഫറൻസ് ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ ഇതൊന്നും അല്ലാത്ത വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇവിടെ എങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നാട്ടിലെല്ലാം മോശമാണെന്നല്ല. ഇവിടെ കിട്ടാത്ത, വിലമതിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് നാട്ടിലും ഉണ്ടാവും. പിന്നെ ഓരോരുത്തരും അവരവരുടെ സാഹചര്യങ്ങൾ കാരണം കൂട്ടത്തിൽ ബെറ്ററായ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു എന്നേ ഉള്ളൂ. എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റ്സിൽ ഒരു പകുതി പോലും എനിക്ക് ഇതുവരെ അവൈൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. പക്ഷെ അതിൽ ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നും പറയാൻ പറ്റില്ല. അറ്റ് ദിസ് പോയിന്റ് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതും ഫ്രീ ആയിട്ട്. എന്ന് കരുതി ഇനി നാളെ എന്താവുമെന്നും അറിയില്ല. സോ എല്ലാം നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സും കൂടെ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ആണ് എൻ്റെ സപ്പോർട്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത് ഓണം കഴിഞ്ഞിട്ടായിരിക്കും. എന്നാലും ഓണം ഒരു ദിവസമല്ലല്ലോ, ഓണം ഒരു കാലമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.